എല്ലാവർക്കും ഓൾറെഡി തമ്മനയിൽ കണ്ടപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവും അല്ലേ? അത് തന്നെയാണ് മൊരീച്ച ചമ്മന്തിയും മൊരിച്ച ചോറും. പേട്ട ടേസ്റ്റ് ആണ് കേട്ടോ. അമ്മച്ചിയുടെ ഒരു കിടിലൻ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മൊരിഞ്ഞ ചോറ് ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കും. നമ്മൾ ചട്ടിയിലിട്ട് പുരട്ടി ചമ്മന്തി ഉണ്ടാക്കി ചോറുണ്ണും. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അവസാനം ചോദിച്ച സാധനം അതിൽ ചേർക്കുന്നുണ്ട്, കായത്തിൻ്റെ പൊടി. അതെന്തായാലും വിട്ടുപോകരുത് മൊരിഞ്ഞ ചോറിൽ. അതുകൂടി ചേർത്തോളോ, എന്നാലാണ് ആ കറക്റ്റ് രുചി കിട്ടുള്ളൂ. പിന്നെ എന്നിട്ടാണ് കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുറേ കമൻസ് വരുന്നുണ്ട്, എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അമ്മച്ചീനെ കുറേ പേര് തിരക്കണുണ്ട്. അമ്മച്ചി എവിടെയാണ്, എന്താണ് അമ്മച്ചീനെ എന്താ കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അമ്മച്ചി നാട്ടിലാണ്, ഞാനിവിടെ ഷാർജയിലാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും അമ്മച്ചീനെ കൊണ്ടുവരാതിരിക്കില്ല കേട്ടോ. ഞാൻ നാട്ടിൽ പോണ സമയമാകുമ്പോൾ ഞാൻ അമ്മച്ചീനെ നമ്മുടെ റെസിപ്പീസിലൊക്കെ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേറെ റെസിപ്പിയാണ് നാളെ അടുത്തത് ഇടുക എന്നാണ്. വേറെ ഒന്നും അല്ല കേട്ടോ മാറ്റി പിടിച്ചത്. കുറേ പേര് പറഞ്ഞു ചിത്ര ഇപ്പോൾ വേണോ, നൊയമ്പ് കഴിഞ്ഞോടുകൂടി പോരേ എന്നൊക്കെ ചോദിച്ചു. ചേച്ചി ഇപ്പോൾ ഇടണോ, ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല അതൊന്നും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, എന്നാൽ നമുക്ക് ഒരു ചമ്മന്തി ആവാന്ന് വിചാരിച്ചിട്ടാണ് ഈ റെസിപ്പി കൊണ്ടുവന്നത്, മൊരിഞ്ഞ ചോറും മൊരിച്ച ചമ്മന്തി. അപ്പം നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉറപ്പാണ്, മറക്കാൻ പാടില്ല അതൊന്നും. കേട്ടില്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ മൊരിച്ച ചമ്മന്തി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതേ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയാണ് ഇത്തിരി കൂടി നല്ലതാണ് കേട്ടോ. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി അല്ല കേട്ടോ, അത്യാവശ്യത്തിനുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നല്ല കറക്റ്റായിട്ട് നമുക്ക് ഉള്ളിലേക്ക് മൂത്ത് കിട്ടുള്ളേ. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. ഉള്ളി എന്ന് പറഞ്ഞാൽ ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അതെ, ഒരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. സവോള എടുക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഇത്ര കിട്ടില്ല. പക്ഷെ ചുവന്നുള്ളി ആണെങ്കിലാണ് കൂടുതൽ രുചി ഉണ്ടാവുക കേട്ടോ. ഒരു 11-12 ചുവന്നുള്ളി, കുറേ ഉണ്ടാക്കി കൂടിയാലും വിരോധമില്ല. അപ്പോൾ ഒരു 11 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 11 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇതൊന്നും കൂടിയാലും കുറഞ്ഞാലും വിരോധമുള്ള കാര്യമില്ല. കുറേ ഉണ്ടാട്ടോ, കൂടിയാലും വിരോധമുള്ള കാര്യമില്ല. ഇനി ഇത് നമുക്ക് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും ഉള്ളിയിലെ. ആ നേരത്ത് നമുക്ക് ഇതിലോട്ട് ഇത് കണ്ടോ, ഞാൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്തെന്നാ പറയുക, ഇത് കുറച്ച് പുളി, അധികമൊന്നുമില്ല. ഇത് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇടരുത്, തിരിച്ച് ഇങ്ങനെ എന്താ പോരാത്തെ, ഇങ്ങനെ പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിൽ പുളി ഒന്നിച്ചിടരുത് കേട്ടോ. അങ്ങനെ ഒന്ന് പിച്ചിട്ട് കൊടുത്തോളൂ. പുളിയുടെ വലിപ്പം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പം, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നോക്കട്ടെ കേട്ടോ, ഞാൻ ഇളക്കിയിട്ട്. എനിക്ക് അളവ് പറഞ്ഞു തരേണ്ടതല്ലേ നിങ്ങൾക്ക് എന്തായാലും. 1 ടീസ്പൂണ് പോരാ, ഒരു 2 ടീസ്പൂൺ ആയിക്കോട്ടെ. ചമ്മന്തി അല്ലേ, നല്ല എരിവ് വേണം. 1.5 മതിയാവും കൂട്ടാം, നല്ല എരിവ് ഇഷ്ടമില്ലാത്തവർക്ക്. ഞാൻ ഒരു 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി. നല്ലൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇതിന് ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പുളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ സ്പൂണോ നമ്മൾ ഉപയോഗിക്കുന്ന ആ കയ്യിൽ വെച്ച് നല്ലൊന്ന് അങ്ങോട്ട് ചമുക്കി കൊടുക്കുക അതിനെ. അപ്പം അത് കറക്റ്റായിട്ട് വരും. ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോഴാണ് ആ പുളിയൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. ഇത് കണ്ടോ, നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിനി വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂട് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണ്ടേ. അമ്മച്ചിയൊക്കെ എന്താ പറയുക, കഞ്ഞെള്ളം ചേർക്കുക. കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുന്ന നേരത്ത് ചോറിട്ടിൻ്റെ കഞ്ഞെള്ളം ഉണ്ടാവുമല്ലോ, അതാണ് ശരിക്കും ചേർക്കുക. അതിന് നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക് കഞ്ഞെള്ളം ചേർക്കുക. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ കളർ അങ്ങോട്ട് ഗുമ്മു പോവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചൂടുവെള്ളം ചേർക്കുന്നത്. കഞ്ഞെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞെള്ളം ചേർത്താൽ മതി, അത് നല്ലത്. ഒരു 2 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല ഒന്ന് ഇളക്കുക. ആയിട്ടില്ല കേട്ടോ, പണി കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെള്ളം പോരാട്ടോ, ഒന്നിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ ഇതേ ഞാൻ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ. ആരപ്പോൾ ഈ ടേബിൾ സ്പൂണൊക്കെ നോക്കണേ, നമ്മളങ്ങോട്ട് കൈ കണക്കിനായിട്ട് ചെയ്യാറ പതിവ്. അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ അളവ് നോക്കി വെള്ളം ഒഴിക്കണത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. ഇങ്ങനെ കിടക്കണം. ഇച്ചിരി പച്ചളം പോലെ ആവരുത്. ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാവും. അതോടൊപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരും. ആ ഒരു പരിവാവണം കേട്ടോ. കണ്ടോ, എൻ്റെ അമ്മ വായിൽ വെള്ളം വരുന്നത്. ഇപ്പം ഇത് നോക്കിയേ, ഇതിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ കണ്ടോ എണ്ണ തെളിഞ്ഞു വന്നു. കണ്ടോ, ഈ ഒരു പരിവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ചെറുതീലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മിനിറ്റ് വെക്കണം, എന്നാലാണ് ഇങ്ങനെ തെളിഞ്ഞു വരുള്ളൂ. എന്നാലേ ചമ്മന്തിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ചേർത്ത് കൊടുത്ത ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം, കഞ്ഞെള്ളാണെങ്കിൽ കഞ്ഞെള്ളം. അതിൻ്റെ ചൊവയൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. പിന്നെ മൊരിച്ച ചമ്മന്തിയാണല്ലോ, അപ്പോൾ ഇതൊന്നും മൊരിഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ചോളൂ. ഉപ്പ്
ശ്രദ്ധിച്ചോളോ. ചമ്മന്തിയിൽ ഉപ്പ് വേണം, അല്ലെങ്കിൽ 1.5 കാശിന് കൊള്ളില്ല കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പണിയാണ് ഏത്, മൊരീച്ച ചോറ്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇനി നമ്മൾ മൊരീച്ച ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഈ ചട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അധികം വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഒരു ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക അരിഞ്ഞിട്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം വീഴോടെ. ഇതുപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. മുരിഞ്ഞ് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. ഇത് കാണിക്കാം. ഇതാണ്ടോ മട്ടയുടെ അരിയാണ്. വെള്ളരിയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. മറ്റേ വെളുത്തിട്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ മട്ടരിയാണ് ഉപയോഗിക്കാറ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ എടുത്തേക്കുന്നത്, ഒരു പിടി 2 പിടി ചോറ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഒന്ന് യോജിപ്പിക്കുക. തീ കുറച്ച് വെക്കണം കേട്ടോ, കൂട്ടി വെക്കരുത്. ചോറടിയിലാകെ പശ പോലെയാവും മുട്ടിയിട്ട്. തീ കുറച്ച് വെച്ചോളൂ. നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ചോറിൽ ഉപ്പിട്ടിട്ട് വറുക്കണവരാണെങ്കിൽ കുഴപ്പമില്ല. ചോറിൽ ഉപ്പിടാതെ വറുക്കണവരാണെങ്കിൽ ചോറിൽ ഉപ്പിട്ടോളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അവസാനമായിട്ട് ഇതിലോട്ട് നമുക്കൊരു 2 നുള്ള് കായത്തിന്റെ പൊടി കേട്ടോ. 2 നുള്ള് മതി, അധികമൊന്നും വേണ്ട. 2 നുള്ള് കായത്തിന്റെ പൊടി. പിന്നെ നമ്മൾ എപ്പോഴും ചേർക്കണ സാധനം തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ അതുകൂടി ചേർക്കുക. പണി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മൊരീച്ച ചോറ്. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ ഇത് ചമ്മന്തിയുടെ കൂടെ നമുക്കൊരു പിടി പിടിച്ചാലോ. ഇത് പെട സാധനമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു മീൻ വറുത്തതോ മുട്ട പൊരിച്ചതോ ഉണ്ടെങ്കിൽ പെട ടേസ്റ്റാണ്. ഇത് ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം പുറത്തും വെക്കാം, 2-3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം എന്തായാലും. ഇനി വിട്ടുവീഴ്ചയൊന്നുമില്ല. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. കൂടുതലും കുറഞ്ഞാലും വിരോധമുള്ള കാര്യമില്ല. അയ്യോ, ഇതൊന്നും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ചുമലുള്ളി ഇത്ര കൂടി അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ചുമന്നുള്ളി അത്ര ഇതാവുകയാണെങ്കിൽ ചുമന്നുള്ളി അത്ര ഈ ഒരു പരിവായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ, പച്ചവെള്ളം. അയ്യോ, ചൂടുവെള്ളം. ചോറിൽ ഉപ്പിടാതെ വാറ്റണവരാണെങ്കിൽ ധാരാളം ചുവന്നുള്ളി ധാരാളം ചേർക്കണം. ഇത് കൊക്ക് പോലെ നിൽക്കണേ. അമ്മച്ചീനെ കുറിച്ചുള്ള അന്വേഷണം ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഞങ്ങളോട് എന്തോരം സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും ചിത്രൂസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇതേ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വന്നത് കണ്ടോ, അതിലും ഒന്ന് ടച്ച് ചെയ്യണേ. എന്നാലാണ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.